നമ്മൾ അടുത്ത ചാപ്റ്ററാണ് നോക്കുന്നത് ഓർത്തോഗണൽ ഫംഗ്ഷൻസ് ആൻഡ് ഫോറിയർ സീരീസ്. അപ്പോൾ അതുവരെ നമ്മൾ പഠിച്ചിരുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഓർത്തോഗണൽ ഫംഗ്ഷനാണ്. ഓർത്തോഗണൽ ഫംഗ്ഷൻ പറയുന്നതിന് മുന്നേ നമുക്ക് രണ്ട് കൺസെപ്റ്റ്, അതായത് വെക്ടറിൻ്റെ രണ്ട് കൺസെപ്റ്റ് ആദ്യം ക്ലിയർ ആക്കണം. ഒന്ന് ഇന്നർ പ്രൊഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റ്, ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ്, അതേപോലെ ഓർത്തോഗണാലിറ്റി ഓഫ് വെക്ടേഴ്സ്, ഓർത്തോ നോർമൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെമ്മിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് റീകോൾ ചെയ്യണം ആദ്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇന്നർ പ്രൊഡക്റ്റ്. ഇന്നർ പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് യു ഈക്വൽ ടു u1i പ്ലസ് u2j പ്ലസ് u3k ആൻഡ് v ഈക്വൽ ടു v1i പ്ലസ് v2j പ്ലസ് v3k ആർ ടു വെക്ടേഴ്സ് ഇൻ R3. R3യിൽ രണ്ട് വെക്ടേഴ്സ് ആണ്, ഓർ ത്രീ സ്പേസ്. R3 നമ്മൾ R3 അല്ലെങ്കിൽ ത്രീ സ്പേസ് വന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് u ആൻഡ് v ഇസ് എ റിയൽ നമ്പർ. അത് ഡിഫൈൻ ചെയ്യുന്നു കോൾ സ്കേലാർ. Okay, inner product or dot product of u and v is a real number. u and v എന്താണ് റിയൽ നമ്പർ ആൻഡ് സ്കേലാർസ്. ഡിഫൈൻഡ് ആസ് എ സം ഓഫ് ദി പ്രൊഡക്ട്സ് ഓഫ് ദെയർ കറസ്പോണ്ടിങ് കമ്പോണൻറ്റ്സ്. അപ്പോൾ യു ഡോട്ട് വി ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുക യു ഡോട്ട് വി ഈക്വൽ ടു u1 v1 പ്ലസ് u2 v2 പ്ലസ് u3 v3. ദാറ്റ് മീൻസ് സമ്മേഷൻ k ഈക്വൽ ടു 1 to 3 uk vk. അതാണ് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ. ഇനി ഇന്നർ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. യു ഡോട്ട് വി ഈക്വൽ ടു വി ഡോട്ട് യു നമുക്ക് എഴുതാം. അതേപോലെ കെ യു ഡോട്ട് വി ഈക്വൽ ടു കെ യു വി ഡോട്ട് യു എന്ന് എഴുതാം. ഓക്കെ, കേസ് സ്കേലാർ. പിന്നെ യു ഡോട്ട് യു ഈക്വൽ ടു 0 ആണ് ഇഫ് യു ഈക്വൽ ടു 0 ആൻഡ് യു ഡോട്ട് വി ഗ്രേറ്റർ ദാൻ 0 ഇഫ് യു നോട്ട് ഈക്വൽ ടു 0. യു ഈക്വൽ ടു 0 ആണെങ്കിൽ യു ഡോട്ട് യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 0 ആയിരിക്കും. യു ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ യു ഡോട്ട് വി എന്തായിരിക്കും, സോറി യു നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ യു ഡോട്ട് വി എന്താ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, ഇനി അടുത്തത് യു പ്ലസ് വി ഡോട്ട് വി ഈക്വൽ ടു യു ഡോട്ട് ഡബ്ല്യു പ്ലസ് വി ഡോട്ട് ഡബ്ല്യു എന്ന് എഴുതാം. ഓക്കെ, യു ഡോട്ട് ഡബ്ല്യു പ്ലസ് വി ഡോട്ട് ഡബ്ല്യു. ഇത്രയും 4 പ്രോപ്പർട്ടീസാണ് ഇന്നർ പ്രൊഡക്ട്സിനുള്ളത്. ഇനി നമ്മൾ ഫംഗ്ഷൻസിൻ്റെ കേസ് എടുക്കുകയാണ്. ഇതിപ്പോൾ വെക്ടേഴ്സിൻ്റെ കേസ് നമ്മൾ പറഞ്ഞത്. സോ സപ്പോസ് ദറ്റ് F1 ആൻഡ് F2 ആർ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞു റീകോൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫംഗ്ഷൻസിൻ്റെ ഈ സെമ്മിൽ പഠിക്കാനുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, സപ്പോസ് ദറ്റ് F1 ആൻഡ് F2 ആർ പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ആൻ ഇൻ്റർവൽ ക്ലോസ് ഇൻ്റർവൽ AB. F1 F2 പറഞ്ഞാൽ പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് ക്ലോസ് ഇൻ്റർവൽ AB-യിലാണ്. ദി ഇൻ്റർവൽ കുഡ് ഓൾസോ ബി, ഈ ക്ലോസ് ഇൻ്റർവൽ AB-യിൽ -∞ to ∞, 0 ഇൻഫിനിറ്റിയും അതേപോലെ -∞, 0യും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവെല്ലാണ് ക്ലോസ് ഇൻ്റർവൽ AB എന്ന്. സിൻസ് എ ഡെഫിനിറ്റ് ഇൻ്റർവൽ ഓൺ ദി ഇൻ്റർവൽ ഓഫ് ദി പ്രോഡക്റ്റ് F1 of x, F2 of x possess properties 1 to 4 of the inner product of vectors whenever the integral exists to be prompted to make the following definition. അതായത് F1 of x, F2 of x പറഞ്ഞാൽ ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയിട്ടുള്ള F1 of x, F2 of x ഈ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കണം, ആ ഇൻ്റഗ്രൽ ആദ്യം എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, ആ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് പറയണം, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് പറയണം. നമ്മൾ വെക്ടേഴ്സിൻ്റെ കേസാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ 2 ഫംഗ്ഷൻസ്, 2 ഫംഗ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് ആദ്യം നമുക്ക് പറയണം. ഇതാണ് നമുക്ക് നോക്കാം. ദി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ്, ഇതാണ് നിങ്ങൾക്ക് ഈ സെമ്മിൽ പഠിക്കാനുള്ളത്. ദി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് F1 ആൻഡ് F2 ഓൺ ആൻ ഇൻ്റർവൽ ക്ലോസ് ഇൻ്റർവൽ AB ഈസ് ദി നമ്പർ F1, F2. ഇവിടെ ഡിനോട്ട് ചെയ്യുന്ന F1, F2. ഇന്റഗ്രേഷൻ A to B F1 of x, F2 of x dx. അതാണ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ്. മോട്ടിവേറ്റഡ് ബൈ ദി ഫാക്ട് ദാറ്റ് two vectors u and v are orthogonal whenever their inner product is 0. We define orthogonal function as below. നമ്മൾ ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, യു ഡോട്ട് വി ഈക്വൽ ടു 0 ആയ നമ്മൾ വെക്ടറിൻ്റെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, അതാണ് ഓർത്തോഗണൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമ്മൾ ഓർത്തോഗണലിൻ്റെ കേസ് പറഞ്ഞു. വെക്ടേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് പറയും. ഇനി അതേ കേസിൽ നമ്മൾ ഫംഗ്ഷൻസിൻ്റെ കേസിലാകുമ്പോൾ ഓർത്തോഗണൽ പറയാം. 2 ഫംഗ്ഷൻസ് F1, F2 ഓർത്തോഗണൽ ആണെങ്കിൽ ഓൺ ആൻ ഇൻ്റർവൽ ക്ലോസ് ഇൻ്റർവൽ AB-യുടെ ഇടയിലാണെങ്കിൽ അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഫംഗ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കണം. അതായത് ഇൻ്റഗ്രേഷൻ A to B F1 of x, F2 of x dx പറഞ്ഞാൽ 0 ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് if n of x is an orthogonal set of functions. n of x പറഞ്ഞ ഒരു ഓർത്തോഗണൽ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഓൺ ഇൻ്റർവൽ ക്ലോസ് ഇൻ്റർവൽ AB ആണ്. അപ്പോൾ ഓർത്തോഗണൽ ആണ്. ഓർത്തോഗണൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, n of x എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് n of x എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇൻ്റർവൽ AB. സോ ഇൻ്റഗ്രേഷൻ A to B n of x എന്തായിരിക്കും, n of x dx ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അതാണ് ഓർത്തോഗണൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ കൂടെ പ്ലസ് n of x dx ഈക്വൽ ടു 0 പ്ലസ് എന്തും കൂടി ആയിരിക്കണം, അതിൻ്റെ നോം
നോം ഫൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു 1 കൂടി ആയാൽ നമ്മൾ എന്ത് പറയും? ഇസ് എൻ ഓർത്തോനോമൽ സെറ്റ് ഓഫ് എ ഫംഗ്ഷൻ. അത് തന്നെയാണ് നമ്മൾ വെക്ടറിൻ്റെ കേസിലും പറയുന്നത്. വെക്ടറിൻ്റെ കേസിൽ യു ഡോട്ട് ബി ഈക്വൽ ടു 0 ആണ്, അതായത് ഓർത്തോഗണൽ ആണ്, പ്ലസ് നോം യു ഡോട്ട് ബി ഈക്വൽ ടു 1 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയും? ഓർത്തോനോമൽ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇവിടെ ഓർത്തോനോമൽ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഓൺ ദി ഇന്റർവൽ ക്ലോസ് ഇന്റർവൽ എ ബി എന്ന് പറയും. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഷോ ദാറ്റ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ ഓർത്തോഗണൽ ഓൺ ദി ഇൻഡിക്കേറ്റഡ് ഇന്റർവൽ. നമുക്ക് തന്നിട്ടുള്ള ഇന്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻസ് ഓർത്തോഗണൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് തന്നിരിക്കുന്നത് f1 ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് f2 ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ ഓർത്തോഗണൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേഷൻ നമ്മുടെ എന്താ a to b. സോ -1 to 1 f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് എക്സ്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് dx. സോ ഇതെന്തായി? -1 to 1 എക്സ് റേസ് ടു 5 dx. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ് റേസ് ടു 6/6 -1 to 1 വരും. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കുക. സോ 1/6 മൈനസ് 1/6 മൈനസ് എന്തായിരിക്കും? -1 അല്ലേ? സോ -1 റേസ് ടു 6/6 എന്ന് വരും. സോ -1 റേസ് ടു 6 പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? -1 റേസ് ടു 6 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. സോ 1/6 -1/6 ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, 1/6 -1/6 ഈക്വൽ ടു 0. നമുക്ക് എന്ത് പറയാം? നമ്മളുടെ തന്നിട്ടുള്ള ഫംഗ്ഷൻസ് ഈ ഇൻ്റർവെല്ലിൽ ഓർത്തോഗണലാണെന്ന് പറയാം. അതേപോലെ തന്നെ അടുത്ത എന്താ? കോസ് എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ്. അടുത്ത f1 f2 എന്നിട്ട് cos x ഇൻറ്റു സൈൻ എക്സ് ആണ് തന്നിരിക്കുന്നത്. ഹിയർ f1 ഓഫ് എക്സ് ഈക്വൽ ടു cos x ആൻഡ് f2 ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് ആർ ഡിഫൈൻഡ് ഓൺ ദി ഇൻ്റർവൽ 0 to π ആണ്. ദെൻ f1 ഓഫ് എക്സ് നമ്മൾ ബൈ യൂസിങ് ഡെഫിനിഷൻ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഇൻഡിക്കേഷൻ 0 to π cos x ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് dx. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സൈൻ സ്ക്വയർ നമ്മൾ ഫസ്റ്റിലേക്ക് എടുത്തു. സോ സൈൻ സ്ക്വയർ എക്സ് കോസ് എക്സ് ഡി എക്സ്. ഇവിടെ പുട്ടിങ് സൈൻ എക്സ് ഈക്വൽ ടു യു. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ യു ആണെന്ന് കൊടുത്തു. ദെൻ കോസ് എക്സ് ഡി എക്സ് തന്നു. അപ്പോൾ സൈൻ എക്സ് യു ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു എന്ന് വരും. സോ ഡി യുന് നമ്മൾ എന്ത് കൊടുത്തു? കോസ് എക്സ് ഡി എക്സ് ഇത്രയും ടേമിന് നമ്മൾ എന്ത് ചെയ്തു? ഡി യു എന്ന് കൊടുത്തു. സൈൻ എക്സിന് യു എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്. സോ യു സ്ക്വയർ ഡി യു. യു സ്ക്വയർ ഡി യു പറഞ്ഞാൽ യു ക്യൂബ് ബൈ 3 എന്ന് വരും. ഇനി യുവിന് നമ്മൾ എന്ത് കൊടുക്കുക? സൈൻ എക്സ് അല്ലേ കൊടുത്തത്. സോ സൈൻ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1/3 സൈൻ ക്യൂബ് എക്സ് എന്ന് വരും. ഓക്കെ, ദെൻ അതിന് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 സൈൻ ക്യൂബ്. പൈയിൽ സൈൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. 0യിലും സൈൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇതിൻ്റെ വാല്യൂ എന്തായിട്ട് വരിക? 0 ആയിട്ട് വരും. സോ നമുക്ക് എന്ത് പറയാം? f1 ഓഫ് എക്സ് കോസ് എക്സും f2 ഓഫ് എക്സ് സൈൻ സ്ക്വയർ എക്സും ആണെങ്കിൽ ആ രണ്ട് ഫംഗ്ഷൻസ് ഓർത്തോഗണൽ ഫംഗ്ഷൻസ് ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് ഓർത്തോഗണൽ ആൻഡ് ഓർത്തോനോമൽ സെറ്റ്സ് ഓഫ് ഫംഗ്ഷൻസ്. ഇനി കുറേ ഫംഗ്ഷൻസിൻ്റെ നോക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 ഫംഗ്ഷൻസിൻ്റെ കേസേ പറഞ്ഞുള്ളൂ. ഇനി നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് കുറച്ച് സെറ്റിലാണ് വിചാരിക്കുക. സോ എ സെറ്റ് ഓഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ φ1 ഓഫ് എക്സ് φ2 ഓഫ് എക്സ് φ3 ഓഫ് എക്സ് എക്സെട്ര ഈ സെറ്റ് ടു ബി ഓർത്തോഗണൽ. ഓർത്തോഗണൽ എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? അതിൻ്റെ ഇൻ്റഗ്രേഷൻ φm, φn ഇൻ്റഗ്രേഷൻ a to b φm ഓഫ് എക്സ് φn ഓഫ് എക്സ് dx ഈക്വൽ ടു 0. ഇവിടെ എന്ത് കണ്ടീഷൻ ഉണ്ട്? m നോട്ട് ഈക്വൽ ടു n ആയിരിക്കണം. m n ഒരിക്കലും എന്താൻ പാടില്ല? ഈക്വൽ ആവാൻ പാടില്ല. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നോം അല്ലെങ്കിൽ ലെങ്ത് നോം യു ഓഫ് എ വെക്റ്റർ യു ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദി ഇന്നർ പ്രോഡക്റ്റ്. ദി എക്സ്പ്രഷൻ യു നോം യു മീൻസ് യു എന്നാണ്. ഇങ്ങനെയാണ് നോം യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈസ് കോൾഡ് ദി സ്ക്വയർ നോം ആൻഡ് സോ ദി നോം ഈസ് നോം യു ഈക്വൽ ടു റൂട്ട് ഓഫ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് റൂട്ട് ഓഫ് യു ഡോട്ട് ബി എന്നാണ് ഇവിടെ. ഓക്കെ, യു ഡോട്ട് ബി. ഇനി സിമിലർലി ദി സ്ക്വയർ നോം ഓഫ് എ ഫംഗ്ഷൻ φn. നമ്മൾ ഇനി ഫംഗ്ഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ φn ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു φn, φn ദാറ്റ്സ് നോം φn. ഇതിനെ നോം അല്ലെങ്കിൽ ജനറലൈസ്ഡ് ലെങ്ത് എന്നാണ് പറയുക. നോം φn ഈക്വൽ ടു റൂട്ട് ഓഫ് φn, φn. ഓക്കെ, in other words, the square norm and norm of a function φn in an orthogonal set φn of x as respectively in relation a to b. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ?
അതായത് ഇപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഫൈ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫൈ എൻ എഴുതല്ല. ഫൈ എൻ പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എ ഫംഗ്ഷൻ ആണ്. ഇവിടെ യു ഡോട്ട് ബി എന്നാണ് കേട്ടോ, ഇവിടെ കോമ അല്ല, യു ഡോട്ട് ബി ആണ്. അപ്പോൾ ഫൈ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എ ഫംഗ്ഷൻ. നിങ്ങൾ നോക്കുക, ഈ ഫംഗ്ഷൻസിൽ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തപ്പോൾ അതിൻ്റെ ഉണ്ടോ F1, F2 രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് പറഞ്ഞാൽ കോമ ഇട്ടിട്ടാണ് എഴുതുക. സോ അതേപോലെ ഇവിടെ ഇപ്പോൾ എന്ത് വന്നു, ഫൈ എൻ പറഞ്ഞാൽ എന്താ മീനിങ്, റൂട്ട് ഓഫ്, ഇതിൻ്റെ ഡെഫിനിഷൻ എന്താ, ഇൻ്റഗ്രേഷൻ a to b phi n of x into phi n of x dx എന്നാണ്. ഓക്കെ, phi n of x into phi n of x dx. Then integration a to b phi n of x into phi n of x എന്ന് പറഞ്ഞാൽ phi n square of x. That means root of integration a to b phi n square of x dx നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻസ് എന്തായാലും പഠിച്ചു വയ്ക്കാം. അടുത്ത പ്രോബ്ലം നോക്കുക. ഷോ ദാറ്റ് ദി സെറ്റ് 1 cos x cos 2x ഈസ് ഓർത്തോഗണൽ ഓൺ ദി ഇൻ്റർവൽ -π to π. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇത് നമുക്ക് തന്നിട്ടുള്ളത് ഓർത്തോഗണൽ ആണ് -π to π എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിന് ചെക്ക് ചെയ്യാനാണ്. സെക്കൻഡ്, ഫൈൻഡ് ദി നോംസ് ഓഫ് ഈച്ച് ഫംഗ്ഷൻ ഇൻ ദി എബവ് ഓർത്തോനോമൽ സെറ്റ്. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനിൽ നിന്ന് ഓർത്തോനോമൽ സെറ്റ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം φ നോട്ട് ഓഫ് x ഈക്വൽ ടു 1, φ n ഓഫ് x ഈക്വൽ ടു cos nx അല്ലേ. ഇവിടെ ഇത് മാത്രം എന്ത് വരുന്നുള്ളൂ 1, ബാക്കി cos x, cos 2x, cos 3x, cos 4x, cos 5x അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ അതിന് ജനറൽ ആയിട്ട് എന്തെടുത്തു, cos nx എന്ന് എടുത്തു. ദെൻ φ നോട്ട് φ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഇൻറ്റഗ്രേഷൻ -π to π φ നോട്ട് ഓഫ് x into φ n of x dx ദാറ്റ്സ് ഈക്വൽ ടു 1 into cos nx dx. സോ cos nx dx എന്ന് വരും. cos nxൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ sin nx by n ആണ്. ഇത് cos 2xൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ sin 2x ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ cos nxൻ്റെ ഡെറിവേറ്റീവ് sin nx by n എന്നാണ്. -π to π ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ അപ്പോൾ നമ്മൾ പറഞ്ഞു φ നോട്ട് ഓഫ് x ഈക്വൽ ടു 1 ആണ്, φ n ഓഫ് x ഈക്വൽ ടു cos nx ആണ്. ദെൻ sin nx by n -π to π ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ദെൻ sin nπ മൈനസ് sin -nπ. സൈനിൽ പൈൻ്റെ വാല്യൂ എന്താണ്, 0 ആണ് വരിക. സോ 0 നമുക്ക് ആൻസർ വന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം, φ നോട്ട് ഓഫ് x പറഞ്ഞാൽ 1, φ n ഓഫ് x പറഞ്ഞാൽ cos x, cos 2x, cos 3x, cos 4x എന്നൊക്കെ പറയുന്നത് എന്താണ്, ഓർത്തോഗണൽ സെറ്റ് ആണെന്ന് പറയാം. ഇനി നമ്മൾ ഫോർ m നോട്ട് ഈക്വൽ ടു n, m n ഈക്വൽ അല്ല എന്ന് വിചാരിക്കും. ഇനി നമ്മളോട് എന്താ പറയുന്നത്, ഓർത്തോഗണൽ സെറ്റ് കണ്ടെത്താനാണ്, ഓർത്തോ നോർമൽ സെറ്റ് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഓർത്തോ നോർമൽ സെറ്റ് കണ്ടെത്തണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് φ നോട്ട് ഓഫ് എക്സും φ n ഓഫ് എക്സും നമ്മൾ കണ്ടെത്തി. അതിൽ നമുക്ക് എന്തിട്ടി, ഓർത്തോഗണൽ കിട്ടി. ഇനി m നോട്ട് ഈക്വൽ ടു n ആവുന്ന കേസിൽ നമുക്ക് നോക്കി നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് നമ്മൾ 2 ഫംഗ്ഷൻസ് എടുത്തിട്ടാണ് ചെയ്തത്. അതേപോലെ ഒരുപാട് ഫംഗ്ഷൻസ് വരുന്നുണ്ടല്ലോ. സോ -π to π φ m ഓഫ് എക്സ് ഇൻറ്റു φ n ഓഫ് എക്സ് dx. അപ്പോൾ φ m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, cos mxഉം φ എന്ന് പറഞ്ഞാൽ cos nx dx ആണ്. സോ -π to π cos mx ഇൻറ്റു cos nx. cos mx ഇൻറ്റു cos nx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, cos a ഇൻറ്റു cos b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cos a പ്ലസ് b പ്ലസ് cos b മൈനസ് a മൈനസ് b എന്ന് വരും. cos a പ്ലസ് cos b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cos a cos b ഈക്വൽ ടു cos a പ്ലസ് b പ്ലസ് cos a മൈനസ് b. റിസൾട്ടാണ് അത് ട്രിഗ്നോമെട്രിക്കിൽ. അപ്പോൾ അത് dx എന്ന് കൊടുത്തു. ദെൻ 2 cos a cos b. ഓക്കെ, 2 cos a cos b എന്ന് പറഞ്ഞാൽ cos a പ്ലസ് b cos a മൈനസ് b ആണ്. സോ 2 ഇതിലില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, 1/2നെ ഔട്ട് സൈഡിലെടുത്തു. ദെൻ 1/2 ഇൻറ്റഗ്രേഷൻ -π to π cos m പ്ലസ് nx cos m മൈനസ് nx dx എന്ന് വന്നു. ഓക്കെ, ദെൻ ഇത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. cos m പ്ലസ് n എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റഗ്രേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ sin m പ്ലസ് n x ബൈ m പ്ലസ് n ആണ്. അതേപോലെ cos m മൈനസ് n എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ sin m മൈനസ് n എക്സ് ഡിവൈഡഡ് m മൈനസ് n -π to π നോക്കുക. അപ്പോൾ സൈനിൽ ഏത് വൈയും ഏത് m ആയാലും ഏത് n ആയാലും പൈ നോർത്തിട്ടുണ്ടെങ്കിൽ എന്തേ വരുള്ളൂ, 0യോ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വന്നു, 0 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സെറ്റിലെ ഏത് ഫംഗ്ഷൻ എടുത്ത് ഏത് 2 ഫംഗ്ഷൻസ് എടുത്താലും നമുക്ക് എന്തേ വരുള്ളൂ, അത് ആ 2 ഫംഗ്ഷൻസ് തമ്മിൽ ഓർത്തോഗണൽ ആയിരിക്കുന്നു തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഫോർ m നോട്ട് ഈക്വൽ ടു n എന്ന് പറഞ്ഞ കേസ് എടുത്തത്. ഓക്കെ, ദസ് വി ഗെറ്റ് 1 cos nx, 1 cos x cos 2x നമ്മൾ 1 cos nx ഈക്വൽ ടു 0 ഫോർ ഓൾ n നോട്ട് ഈക്വൽ ടു 0 ആൻഡ് cos mx cos nx, അതായത് n 0 അല്ലാത്ത കേസിൽ n നോട്ട് ഈക്വൽ ടു 0 ആണ് കേസിൽ അങ്ങനെ.
ഓക്കെ. n നോട്ട് ഈക്വൽ ടു 0 ആണ് കേസിൽ അങ്ങനെ. ആൻഡ് കോസ് എം എക്സ് കോസ് എൻ എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എം നോട്ട് ഈക്വൽ ടു എൻ. എമ്മും എന്നും ഈക്വൽ അല്ലാത്ത കേസിലും നമുക്ക് എന്തേ വരുന്നത് 0 ആണ് വരുന്നത്. അപ്പോൾ രണ്ട് കേസ് നമ്മൾ നോക്കണം. ഒന്ന് രണ്ട് വേരിയബിൾസ് ഈക്വൽ ആണോ നോക്കണം, ഒന്ന് എന്ത് ചെയ്യണം, അത് ഈക്വൽ അല്ലാത്ത കേസിൽ നോക്കണം. അതായത് ഇവിടെ എം 0 ആണ്, സെക്കൻഡ് കേസിൽ എം 0 ആണ്, പക്ഷെ എന്തല്ല n 0 അല്ല. n 0 അല്ലാത്ത കേസിലാണ് നമ്മൾ നോക്കിയത്, അതൊരു കേസ്. രണ്ടാമത്തെ കേസിൽ രണ്ടും 0 ആയിട്ട്, രണ്ടും 0 അല്ല, രണ്ടും ഈക്വൽ അല്ലാത്ത കേസാണ് നമ്മൾ എടുത്തത്. ഓക്കെ. എം എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര ഇൻ ദി ഇൻ്റർവെൽ -π to π. ഹെൻസ് ദി സെറ്റ് 1 cos x cos 2x ഇസ് ഓർത്തോഗണൽ ഓൺ ദി ഇൻ്റർവെൽ -π to π. ഇനി നമ്മൾ എന്ത് നോക്കണം, ഓർത്തോ നോർമൽ സെറ്റ് നോക്കണം. ഓർത്തോ നോർമൽ സെറ്റ് പറഞ്ഞാൽ φ നോട്ട് ഓഫ് എക്സ് സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് -π to π φ നോട്ട് സ്ക്വയർ ഓഫ് എക്സ് ഡി എക്സ് ദാറ്റ്സ് ഈക്വൽ ടു, അതായത് ആദ്യം ഓരോന്നിൻ്റെയും നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഓർത്തോഗണൽ ചെയ്ത പോലെ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓർത്തോ നോർമൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച് ഫംഗ്ഷൻ്റെ ഓർത്തോ നോർമലാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം φ നോട്ട് ഓഫ് എക്സിൻ്റെ നോക്കി. φ നോട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ 1 ആണ് വരുന്നത്. φ നോട്ട് പറഞ്ഞാൽ 1 ആയിട്ടാണ് വരുന്നത്. സോ 1 dx വെച്ചു, ദാറ്റ്സ് ഈക്വൽ ടു 2π എന്ന് പറഞ്ഞു. നമ്മളോട് ഇവിടെ φ നോട്ട് എക്സ് സ്ക്വയർ ആണ് കണ്ടത്, നമുക്ക് φ നോട്ട് ഓഫ് നോം φ നോട്ട് ഓഫ് എക്സ് ആണ് വേണ്ടത്, ദാറ്റ്സ് ഈക്വൽ ടു √2π. ഇനി നമ്മൾ എന്ത് നോക്കണം, φ n ഓഫ് എക്സ്. φ n ഓഫ് എക്സ് ഒറ്റ ഫംഗ്ഷനായിട്ട് നമ്മൾ ചെയ്യുക. φ 2 ഓഫ് എക്സ് ചെയ്തു, അത് അല്ല φ 1 ഓഫ് എക്സ് ചെയ്യുക, കഴിഞ്ഞ് φ 2 ഓഫ് എക്സ് ചെയ്യുക, φ 3 ഓഫ് എക്സ് ചെയ്യുക, അങ്ങനെ വേണ്ട. കാരണം എന്താ വെച്ചാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ എൻ എക്സ് അല്ലേ വരുന്നത്, അപ്പോൾ ഒറ്റ ട്രിപ്പ് ആയിട്ട് ചെയ്യാം. സോ ഇൻ്റഗ്രേഷൻ -π to π φ n സ്ക്വയർ ഓഫ് എക്സ് ഡി എക്സ്. φ എന്ന് പറഞ്ഞാൽ എന്താ കോസ് എൻ എക്സ് ആണ്. സോ കോസ് സ്ക്വയർ എൻ എക്സ് ഡി എക്സ്. കോസ് സ്ക്വയർ എൻ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് സ്ക്വയർ എൻ എക്സിന് നമ്മൾ മാറ്റി എഴുതി 1/2 1 + cos 2nx dx എന്ന് എഴുതും. അതായത് 2 cos 2nx 2 cos square x equal to 1 plus cos 2x. ഇതാണ് റിസൾട്ട്. 2 cos square x equal to 1 plus cos 2x. ഇവിടെ നമുക്ക് cos square x മാത്രമല്ല, അപ്പോൾ 2നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി 1/2 ഇൻ്റഗ്രേഷൻ -π to π 1 plus cos 2nx dx എന്ന് പറഞ്ഞു. ഇനി ഇതിനെ നമ്മൾ ഇൻ്റഗ്രേഷൻ 1ന് എക്സ് വരും, ഇതിന് എന്ത് വരും sin 2nx/2n ഇൻ്റഗ്രേഷൻ -π to π എന്ന് വരും. ഇനി ഇതിൽ എക്സിൽ π മൈനസ് -π എന്ന് വരും, സോ 2π എന്ന് വരും. ദെൻ ഇവിടെ താഴെ എന്ത് വരും, അതേപോലെ നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ π നമുക്ക് ആൻസർ വരും. സോ φ n ഓഫ് എക്സ് എന്ന് പറഞ്ഞത് ഇവിടെ നമ്മളിപ്പോൾ കണ്ടെത്തിയത് φ n ഓഫ് എക്സ് സ്ക്വയർ ആണ്. സോ φ n ഓഫ് എക്സ് പറഞ്ഞാൽ √π എന്നോ. φ n ഓഫ് എക്സ് ആണ് നമുക്ക് എന്ത് വരുന്നത്, അതിൻ്റെ ഓർത്തോനോമൽ സെറ്റ് വരുന്നത്. ഓക്കെ. Any orthogonal set of non-zero functions phi n of x n equal to 0, 1, 2, etc. can be normalized, that is making to an orthonormal set by dividing each function by its norm. അല്ലേ, അതായത് നമ്മൾ ഓർത്തോഗണൽ സെറ്റ് നമുക്ക് തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഓർത്തോ നോർമൽ സെറ്റിന് ഉണ്ടാക്കാൻ കൺസ്ട്രക്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഓർത്തോഗണൽ സെറ്റിൽ നിന്ന് നമ്മളൊരു ഓർത്തോ നോർമൽ സെറ്റിന് ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഫംഗ്ഷനെയും അതിൻ്റെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ ഓർത്തോ അതിൻ്റെ നോമായിട്ട് ഡിവൈഡ് ചെയ്യുക. അതുകൊണ്ടാണ് ഓരോ ഫംഗ്ഷൻ്റെയും നോം കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓർത്തോഗണൽ സെറ്റിൽ നിന്ന് നമ്മൾ ആദ്യം അത് ഓർത്തോഗണലാണെന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടി, അതൊരു ഓർത്തോഗണൽ സെറ്റ് എന്നിട്ട് ആ ഓർത്തോഗണൽ സെറ്റിൽ നിന്ന് നമ്മൾ ഓർത്തോ നോർമൽ സെറ്റിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷന് ഓൾ ഡിവൈഡഡ് ബൈ ആ ഓരോ ഫംഗ്ഷൻ്റെയും നോം വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ 1 cos x cos 2x അങ്ങനെ എക്സെട്രയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ നോം കണ്ടെത്തി. 1ൻ്റെ നോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √2π ആണ്. cos nxൻ്റെ നോം √π ആണ്. സോ 1/√2π cos x/√π cos 2x/√π എന്ന് വരും. ഈസ് ഓർത്തോനോർമൽ ഇൻ ദ ഇൻ്റർവെൽ -π to π. -π to πയിൽ എന്തായിരിക്കും, അത് ഓർത്തോനോർമൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ അത്രയാണ് ഈ ഓർത്തോഗണൽ സെറ്റിൻ്റെയും ഓർത്തോനോർമൽ സെറ്റിൻ്റെയും ഫങ്ഷൻസിൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ. വെക്റ്റേഴ്സിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം, ഫങ്ഷൻസിൻ്റെ കേസിൽ ഇതാണ് പറയുന്നത്. ഓക്കെ. താങ്ക് യു.